നമ്മുടെ മലയാള സിനിമയിലെ കാരണവർ മധുവിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ചിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതിൽ പറയാതെ പോയ ഒരു കാര്യമുണ്ട്. മധു വളരെ ചുരുക്കം തമിഴ് സിനിമകളെ അഭിനയിച്ചിട്ടുള്ളൂ, 2-3 സിനിമകൾ അഭിനയിച്ചിട്ടുള്ളൂ. അതിലൊരു സിനിമയെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ നായകനാക്കി രാജശേഖർ എന്ന് പറയുന്ന സംവിധായകൻ ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ ഇവർ മൊത്തം ക്രൂവിനെയും കാസ്റ്റിനെയും എല്ലാം ഫിക്സ് ചെയ്തിട്ട് ഷൂട്ടിംഗ് ഡേറ്റും എല്ലാം പ്ലാൻ ചെയ്ത് തുടങ്ങാനിരിക്കുന്ന സമയത്താണ് ആ ഒരു സിനിമ മാറിപ്പോകുന്നത്. അതായത് ആ കഥ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന കഥയിലെ പ്രശ്നങ്ങൾ കാരണമാണെന്നറിയില്ല, എന്തായാലും ആ ഒരു സിനിമ മാറിപ്പോയിട്ട് ഇവർക്ക് വേറൊരു സിനിമ പറഞ്ഞ ദിവസത്തിൽ തുടങ്ങേണ്ടി വരികയാണ്. അപ്പോൾ കന്നഡയിൽ ദേവ എന്ന് പറയുന്ന ഒരു സിനിമ, ആ സിനിമയുടെ റൈറ്റ്സ് മേടിച്ച് അതിൻ്റെ റീമേക്കാണ് ഇവർ ചെയ്യാൻ പ്ലാൻ ചെയ്തത്. അങ്ങനെ രജനീകാന്തിനെ വെച്ച് നായകനാക്കിയ ഒരു സിനിമ ഷൂട്ടിംഗ് കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് പോകുമ്പോഴാണ് അതിൽ അച്ഛൻ വേഷം, രജനീകാന്തിൻ്റെ അച്ഛനായിട്ട് ശിവാജി ഗണേശനായിരുന്നു അന്ന് പ്ലാൻ ചെയ്തിരുന്നത്. സിനിമയുടെ പേര് ധർമ്മദൂരൈ എന്നാണ്. അപ്പോൾ രജനീകാന്തിൻ്റെ അച്ഛനായിട്ട് ശിവാജി ഗണേശനെയൊക്കെ പ്ലാൻ ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ശിവാജി ഗണേശൻ അന്ന് എന്തോ അസുഖമോ ഓപ്പറേഷനോ കാര്യങ്ങളൊക്കെ ആയിട്ട് ശിവാജി ഗണേശനെ അഭിനയിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ പകരം ആ റോൾ ആര് ചെയ്യും? കാരണം രജനീകാന്ത് എന്ന് പറയുന്നത് നമ്പർ 1 ആണെന്ന്, സൂപ്പർ സ്റ്റാറാണ്, ഒരു സൂപ്പർ ഹീറോ ഇമേജുള്ള അങ്ങനത്തെ ഒരു നായകനാണ്. അപ്പോൾ ഇതിൽ രജനീകാന്തിനെ തല്ലുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അപ്പോൾ ശിവാജി ഗണേശൻ തല്ലിയാൽ ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ ശിവാജി ഗണേശനെ പോലെ തന്നെ ഒരു താരമൂല്യമുള്ള ഒരു നടൻ അത് ചെയ്യണം. അങ്ങനെ ആ ഒരു അന്വേഷണം ചെന്നെത്തിയത് എനിക്ക് തോന്നുന്നു ശിവാജി ഗണേശൻ്റെയും രജനീകാന്തിൻ്റെ ഒക്കെ റെഫറൻസ് വഴിയായിരിക്കും. അത് നമ്മുടെ മലയാളത്തിൻ്റെ കാരണവർ മധു സാറിലേക്കാണ്. ഇപ്പോൾ ആ ഒരു സിനിമയുടെ കഥയിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. എന്തായാലും ആ സിനിമ നിങ്ങളൊക്കെ പലരും കണ്ടിട്ടുണ്ടാവും. അതിൽ രജനീകാന്തിന് ഒരു 2 ബ്രദേഴ്സ് ഉണ്ട്. പിന്നീട് രജനീകാന്ത് കുടുംബത്തിന് വേണ്ടി കുറേ ത്യാഗമൊക്കെ സഹിച്ച് അങ്ങനെ പോകുന്ന ഒരു ആക്ഷൻ, ഒരു ഫാമിലി ഡ്രാമ തന്നെയാണ്. അപ്പോൾ ഈ ഒരു സിനിമ ഹിന്ദിയിലും സൈമൾട്ടേനിയസ്ലിയെല്ലാം തോന്നുന്നു ഹിന്ദിയിൽ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ചെയ്തിരുന്നു. ത്യാഗി എന്നായിരുന്നു ആ ഒരു സിനിമയുടെ പേര്. അതിലും രജനീകാന്ത് തന്നെയാണ് ആ റോൾ ചെയ്തത്. പക്ഷെ മറ്റ് ആർട്ടിസ്റ്റുകളൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തമിഴിലെ സിനിമ ധർമ്മദൂരി, ഈ ഒരു സിനിമ അന്ന് മധു സാർ അഭിനയിക്കുന്നു. ഈ സിനിമ അന്ന് 91 പൊങ്കലിനാണ് ആ സിനിമ തിയേറ്ററിൽ നിന്ന് റിലീസാവുന്നത്. അപ്പോൾ മധു സാർ തന്നെ ഒരിക്കൽ പിന്നീട് ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുണ്ട് രജനീകാന്തിനെ തല്ലുന്നൊരു റോളാണ്. അപ്പോൾ അത് മധു സാറിനും ആ ഒരു ആദ്യമായിട്ട് രജനീകാന്തോട് അഭിനയിക്കുന്നത് തമിഴിൽ അദ്ദേഹം അങ്ങനെ സിനിമകളൊന്നും, അതിന് മുമ്പ് ഏതോ ഒരു സിനിമയിൽ ചെറിയൊരു ക്യാമിയോ റോൾ എന്തുകൊണ്ട് ചെയ്തിട്ടുള്ളൂ. എന്തായാലും ധർമ്മദൂര എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഒരു തമിഴ്നാട്ടിലെ ഓഡിയൻസിന് അതൊരു പുതുമ തന്നെയായിരുന്നു. മധു സാർ റോളിൽ വരുന്നു, രജനീകാന്തിൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്നു എന്നൊക്കെ പറയുന്നത് അന്ന് അവർക്ക് ഭയങ്കര ഒരു ഫ്രഷ് ഫീല് തന്നെയായിരുന്നു അത്. അപ്പോൾ ധർമ്മദൂരൈ എന്ന് പറയുന്ന ഒരു സിനിമയെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ സംവിധായകൻ രാജശേഖറിനെ കുറിച്ചും പറയണം. അദ്ദേഹം കമൽഹാസനെയും രജനീകാന്തിനെയൊക്കെ നായകന്മാരാക്കിയിട്ട് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ അടുത്ത് കണ്ട വിക്രം എന്ന് പറയുന്ന ഒരു സിനിമ, അപ്പോൾ ഈ ഒരു വിക്രമിനെ ലോകേഷിനെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് കമൽഹാസൻ്റെ തന്നെ വിക്രം എന്ന് പറയുന്ന 86 ഇറങ്ങിയ സിനിമയാണ്. ആ സിനിമയുടെ സംവിധായകനാണ്. അതുപോലെ തന്നെ കാക്കി സട്ടൈ എന്ന് പറഞ്ഞ സിനിമ, കുറേ സിനിമകളുണ്ട്. ഇവർ 2 പേരെയും നായകന്മാരാക്കിയിട്ടൊക്കെ ചെയ്ത ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങി എനിക്കൊന്ന് 175 ദിവസത്തോളം ധർമ്മദൂരി തിയേറ്ററിൽ ഓടിയ സിനിമയാണ്. പക്ഷേ ഈ ഒരു സിനിമ ഇറങ്ങി ഒരു 100 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ആക്സിഡൻറ്റിൽ ഇദ്ദേഹം മരണപ്പെട്ടു. അതായത് ഇതിൻ്റെ ഒരു സക്സസ്സിൽ തന്നെ എനിക്കൊരു ഇതിൻ്റെ 100ാം ദിവസത്തെ സക്സസ്സോ അത് കഴിഞ്ഞിട്ട് വരുന്ന വഴിക്കാൻ എന്തുകൊണ്ട് അദ്ദേഹം കാർ ആക്സിഡൻറ്റിൽ വളരെ ചെറുപ്പമായിരുന്നു. എനിക്കൊന്ന് അദ്ദേഹത്തിന് 50 വയസ്സിന് താഴേക്കുള്ളൂ, 45-46 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ രാജശേഖർ എന്ന് പറയുന്ന ഒരു സംവിധായകൻ ജീവിച്ചിരുന്നെങ്കിൽ ഒരുപാട് ഹിറ്റുകൾ വീണ്ടും ഇവരെയൊക്കെ വെച്ച് തന്നെ സംഭവിക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും മധു സാർ അതിനുശേഷം എനിക്ക് തോന്നുന്നു മധു സാർ 2009 ഏതോ ഒരു തമിഴ് സിനിമയിൽ ഇതേപോലെ തന്നെ ഒരു അപ്പൂപ്പൻ ക്യാരക്ടറോ എന്തോ ചെയ്തിട്ടുണ്ട്. പക്ഷെ അധികം സിനിമകളൊന്നും മറ്റു ഭാഷക്കാർ അദ്ദേഹം മലയാളത്തിൽ തന്നെ അദ്ദേഹം തിരക്കായി മലയാളത്തിൽ സംവിധായകനായും നടനായും നിർമ്മാതാവൊക്കെ തിളങ്ങി നിന്നിരുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ എന്തായാലും ധർമ്മദൂരൈ എന്ന് പറയുന്ന ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും മധു സാറും രജനീകാന്തും ഒക്കെ ആയിട്ടുള്ള ഒരു കോംബോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യും.